എംബാങ്ക്മെന്റ് മത്സ്യകൃഷിയിലൂടെ ജനതയുടെ നിലനിൽപ്പിന്റെ ഭാഗമായ ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കപ്പെടുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. എംബാങ്ക്മെന്റ് മത്സ്യകൃഷിയുടെ പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം ഇരവിപേരൂർ മുട്ടാറ്റുചാലിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കുക, വിഷരഹിത മത്സ്യം ലഭ്യമാക്കുക, പരമാവധി തൊഴിൽ നൽകുക എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച ജനകീയ മത്സ്യകൃഷിയിലൂടെ വിവിധ തരത്തിലുള്ള നൂതനമായ മത്സ്യകൃഷികൾ ആരംഭിച്ചു. ഇതിന്റെ തുടർച്ചയായി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ വർഷം പുതിയ പദ്ധതിയായ എംബാങ്ക്മെന്റ് മത്സ്യകൃഷി ആരംഭിക്കുന്നത്. തോടുകൾ, കുളങ്ങൾ, കനാലുകൾ തുടങ്ങി അനുയോജ്യമായ ജലാശയങ്ങൾ കണ്ടെത്തി ജനകീയ മത്സ്യകൃഷി ആരംഭിക്കുന്ന പദ്ധതിയിലൂടെ ഈ മേഖലയിലേക്ക് കൂടുതൽ പേരെ എത്തിക്കുന്നതിനും സംസ്ഥാനത്തുടനീളം കൃഷി വ്യാപിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പദ്ധതി പൂർണ്ണമായി വിജയിപ്പിക്കുന്നതിന് വരും വർഷങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതികളിൽ ഇത് ഉൾപ്പെടുത്തണം. ജലാശയങ്ങൾ കണ്ടെത്തി ഇരുവശവും തടയിണ കെട്ടി വ്യാപകമായി മത്സ്യകൃഷി നടപ്പാക്കണം. വില ലഭിക്കുന്നതും ഭക്ഷണത്തിന് രുചികരവുമായ കരിമീൻ, കല്ലേൽമുട്ടി, വരാൽ തുടങ്ങിയ മത്സ്യങ്ങളെയാണ് വളർത്തുന്നത്. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സന്ദർഭത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ പ്രധാനമായും പറഞ്ഞ ഒരു നിർദ്ദേശമാണ് കേരളത്തിൽ ജനകീയ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുക. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ 7 വർഷമായി ധാരാളം തരത്തിലുള്ള മത്സ്യകൃഷി, ജനകീയ കൃഷി നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ബയോഫ്ലോ കൃഷിയുണ്ട്, കൂട് കൃഷിയുണ്ട്, കുളങ്ങളിലെ മത്സ്യകൃഷിയുണ്ട്, പടുതക്കുളങ്ങളിലെ മത്സ്യകൃഷിയുണ്ട്. അത്തരത്തിൽ ഒരുപാട് നൂതനമായ മത്സ്യകൃഷി നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു. അതിന്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഈ വർഷം ആദ്യമായി എംബാങ്ക്മെന്റ് എന്ന പദ്ധതി നടപ്പാക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു. ജില്ലയിൽ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട സാധ്യതകൾ പരിശോധിച്ച് മത്സ്യകൃഷി വർദ്ധിപ്പിക്കുന്നതിന് പദ്ധതി സഹായിക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. വിഷരഹിതമായ മത്സ്യം ലഭിക്കുന്നതിനൊപ്പം വരുമാന മാർഗത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് എംബാങ്ക്മെന്റ് മത്സ്യകൃഷി. ഉൾനാടൻ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഫിഷറീസ് വകുപ്പ് നടത്തുന്നത്. ആറന്മുള മണ്ഡലത്തിൽ ജലാശയങ്ങൾ കണ്ടെത്തി മത്സ്യകൃഷി വ്യാപിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ പത്തനംതിട്ട പോലെയുള്ള ഒരു ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കടലോരമില്ലാത്ത പത്തനംതിട്ട, ഇടുക്കി പോലെയുള്ള ജില്ലകളിൽ എങ്ങനെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് മത്സ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധ്യതകൾ അത് പരിശോധിച്ച് വർദ്ധിപ്പിക്കാം എന്നുള്ളതിൽ വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടത്തുന്നത്. അപ്പോൾ ഉൾനാടൻ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്ന നൂതനങ്ങളായിട്ടുള്ള പദ്ധതികളിൽ ഒന്നാണ് ഇത്. ഇരവിപേരൂർ പഞ്ചായത്തിൽ മുട്ടാറ്റുചാൽ പ്രദേശത്ത് വിപിൻ വി വർഗീസിന്റെ നേതൃത്വത്തിൽ ക്രമീകരിച്ചിട്ടുള്ള കാട്ടൂർ ആൻഡ് ഫിഷ് ഫാർമേഴ്സ് ഗ്രൂപ്പിന്റെ എംബാങ്ക്മെന്റിൽ മന്ത്രി സജി ചെറിയാൻ മത്സ്യങ്ങളെ നിക്ഷേപിച്ചു. വിവിധ പദ്ധതി പ്രകാരമുള്ള സബ്സിഡി തുകയുടെ ചെക്ക് കർഷകർക്ക് മന്ത്രി കൈമാറി. ചടങ്ങിൽ കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വത്സല, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ പിള്ള, വൈസ് പ്രസിഡന്റ് സാലി ജേക്കബ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി മാത്യു, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, ഫിഷറീസ് ഉദ്യോഗസ്ഥർ, പ്രൊജക്ട് കോർഡിനേറ്റർമാർ, അക്വാകൾച്ചർ പ്രൊമോട്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവല്ല.